morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെ എടുത്തു നിർത്തിയത്? പേഷ്യന്റ് സെന്റേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? അത് കംപ്ലീറ്റ് ആയില്ലേ? അതെ, കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ. ഓക്കെ, ശരി. ഓക്കെ, ബെനിഫിറ്റ്സ് ആണെങ്കിലും നിങ്ങൾ ഓൾറെഡി നമ്മുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ്, ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ്, അടുത്ത സ്റ്റാഫുകൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ക്വാളിറ്റി അഷുറൻസ് ആണ് നാബ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ബെനിഫിറ്റ്സ് പഠിച്ചിട്ടില്ലേ അവിടെ? ആ ഒരു ചാപ്റ്ററില്, ഡിപ്ലോമയുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെയും പറയുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. കുറച്ച് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് പേഷ്യൻസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, അക്രഡിറ്റേഷൻ നേടിക്കഴിഞ്ഞാൽ ഒരു പേഷ്യൻസിന് എന്തൊക്കെ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് നാബ് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ നാബിന്റെ അംഗീകാരം ലഭിച്ചാൽ കിട്ടുന്ന പ്രയോജനങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. The accreditation benefits all stakeholders of a healthcare organization as discussed below. ഇപ്പൊ ഈ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പങ്കാളികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ അക്രഡിറ്റേഷൻ വഴി പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്നാണ് ഇനി നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്ന ഓരോ പോയിന്റ്സും. അതിൽ ഫസ്റ്റ് ആളാണ് പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നത്? സാധാരണ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സാധാരണ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ അപേക്ഷിച്ച് ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം വെച്ച് നോക്കുമ്പോൾ ആ അക്രഡിറ്റേഷൻ വഴി പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്നാണ് ആദ്യത്തെ. നോക്കിയേ, accreditation is most beneficial to patients since it results in high quality of care and patient safety. High quality of patient care of patient എന്നാണ് കേട്ടോ അവിടെ. ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ഓഫ് പേഷ്യന്റ്, പേഷ്യൻസിന്റെ ഉയർന്ന ഗുണനിലവാരം ഉള്ള ഒരു പരിചരണം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു അക്രഡിറ്റേഷൻ വഴി ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ആളുകൾ ആര് തന്നെയാണ്? പേഷ്യൻസിന് തന്നെയാണ്. അപ്പൊ പേഷ്യൻസിന് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി എന്ത് റിസൾട്ട് ആണ് കിട്ടുന്നത്? അവർക്ക് നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സുരക്ഷയും അവരെ ഉറപ്പുവരുത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ, ക്വാളിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സേഫ്റ്റി നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അവരത് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്ത് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. Then patients everywhere, including those in developing countries, have the right to receive high quality care in a safe environment, and the NAB is a step in that direction. അപ്പോ എപ്പോഴും പേഷ്യൻസ് ഇപ്പൊ എവിടെ ആയിക്കോട്ടെ, ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഒരു വികസന രാജ്യത്തിലെ അംഗങ്ങളായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതൊരു പേഷ്യന്റ് അത് എവിടെയുള്ള ആളുകളും ആയിക്കോട്ടെ, അവർക്കൊരു റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട് അല്ലെ? നമ്മൾ പഠിച്ചുള്ള പേഷ്യൻസിന്റെ റൈറ്റ്സ് ഒക്കെ. അപ്പൊ അങ്ങനെ ഓരോ പേഷ്യൻസിനും അവരുടേതായ അവകാശങ്ങളുണ്ട്. ഒരു ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം ലഭിക്കുക, അതുപോലെ തന്നെ ഒരു സുരക്ഷിതമായ അന്തരീക്ഷം അവർക്ക് ലഭ്യമാക്കുക, അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഫസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ദിശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നാബിലേക്കുള്ള അക്രഡിറ്റേഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പേഷ്യൻസിനാണ്
ഏറ്റവും കൂടുതൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത്. കാരണം ഇതിലൂടെ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും വരുന്ന ഓരോ പേഷ്യൻസിനും ഉയർന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയും ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് പേഷ്യൻസ് എവരിവെയർ, ഏതൊരു സ്ഥലത്തുള്ള പേഷ്യൻസ് ആയിക്കോട്ടെ, ഒരു വികസിത രാജ്യത്തിലുള്ളതോ അല്ലാത്തതായിട്ട് ഏതൊരു പേഷ്യൻസ് ആണെങ്കിലും എവിടെയുള്ള പേഷ്യൻസ് ആണെങ്കിലും അവർക്കൊരു റൈറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി നാബിന്റെ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് അല്ലെ, പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവരുടേതായിട്ടുള്ള സേഫ്റ്റി ഒക്കെ നമുക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡം അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ അവകാശങ്ങളാണ് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പരിചരണം കിട്ടുക. അതുപോലെ ഒരു സുരക്ഷിതമായ ഒരു അന്തരീക്ഷം വരുമ്പോൾ അവർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും ലഭിക്കുക എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ നാബ് എന്ന് പറയുന്നതിന്റെ ആ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ആ രണ്ട് പോയിന്റ്സ്? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. Okay. Then next one ആണ് patients are made aware of their rights and these rights are respected and protected. അപ്പൊ എല്ലാ പേഷ്യൻസിനും അതുപോലെ തന്നെ നമ്മൾ വരുന്ന ഓരോ പേഷ്യൻസിനും അവർക്ക് അവരുടെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ അറിയില്ല എങ്കിൽ അവർക്ക് അതിനുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുക അല്ലെങ്കിൽ അവരെ അവെയർ ആക്കുക. ആൻഡ് ദീസ് റൈറ്റ്സ് ആർ റെസ്പെക്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അവരുടെ ഈ പറയുന്ന അവകാശങ്ങളെല്ലാം ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് റെഗുലർലി ഇവാലുവേറ്റഡ് ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അതുപോലെ തന്നെ നമ്മളൊരു അക്രഡിറ്റഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി വളരെ റെഗുലർ ആയിട്ട് തന്നെ പതിവായിട്ട് തന്നെ നമ്മുടെ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു ഗുണനിലവാരം ആ സ്ഥാപനത്തിലെ ഓരോ മേഖലയിലും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സോ അക്രഡിറ്റേഷൻ does help to maintain a patient-centric approach in healthcare. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ആരോഗ്യ പരിചരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമീപനമാണ് അക്രഡിറ്റേഷനിലൂടെ നിലനിർത്തുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ പേഷ്യൻസ് ആണെങ്കിലും അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർക്കറിയില്ല എങ്കിൽ അവരെ അതിന് ബോധവാന്മാരാക്കുക. അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ മാനിക്കുക, ബഹുമാനിക്കുക, അതിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക. അല്ലാതെ ഒരിക്കലും അവരുടെ റൈറ്റ്സിനെ മറികടന്നുകൊണ്ടല്ലാതെ അവരുടെ റൈറ്റ്സ് എന്താണ്, അവർക്ക് കിട്ടേണ്ട കുറെ റൈറ്റ്സ് ഉണ്ട്, ആ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങള് അവരെ ബോധവാന്മാരാക്കുകയും ആ റൈറ്റ്സിനെ നമ്മൾ ബഹുമാനിക്കുകയും അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം അവർക്ക് നൽകുകയും ചെയ്യണം. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി വളരെ പതിവായിട്ട് അല്ലെങ്കിൽ റെഗുലർലി തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലാത്ത ഏരിയാസ് ഏതാണ്, ഓൾറെഡി നമ്മൾ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു കാണും. അതിൽ നമ്മൾ പറയുന്നുണ്ട് പല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ പല മെത്തേഡുകൾ ഉപയോഗിച്ച് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് ഓരോ ഏരിയയിലും എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മെച്ചപ്പെടുത്തൽ നടത്തേണ്ട ഏരിയാസ് ഏതാണ്, ആ ഏരിയാസ് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമീപനമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ അംഗീകാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് അവിടെയുള്ള പേഷ്യൻസിന് തന്നെയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ എന്താണ് ഒരു അക്രഡിറ്റേഷൻ വഴി പേഷ്യൻസിന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നും പേഷ്യൻസിന് ഗുഡ് ഹെൽത്ത് ഔട്ട്കംസ് ഉണ്ടാവും. കിട്ടോ? നല്ല ആരോഗ്യപരമായിട്ട് നല്ലൊരു ഫലങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് അവർക്ക് കിട്ടും. ശരിയല്ലേ? അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ ആ ഒരു സ്ഥാപനത്തെ സമീപിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് നല്ല ഔട്ട്കം അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. അതാണ് ഒന്ന്. കാരണം നല്ല ക്വാളിറ്റി അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അവിടെ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള പരിചരണവും എല്ലാം ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും അവർക്ക് അവിടെ നിന്ന് കിട്ടുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. വരുന്ന ഓരോ ക്ലയന്റ്സിനും സംതൃപ്തി ലഭിക്കുന്നില്ലേ? ഇല്ലേ?
നമ്മളാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ ലഭിക്കുന്നു. എല്ലായിടവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ, എല്ലാം നല്ല പക്കായിട്ട്, എല്ലാം നല്ല സ്റ്റാൻഡേർഡോടുകൂടി, നല്ല നിലവാരത്തോടു കൂടി തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ മികച്ചതായിരിക്കും, അല്ലെ? അതോടൊപ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്ന ഓരോ ക്ലയൻസിന്റെയും സംതൃപ്തി എന്ന് പറയുന്നത് മികച്ചതായിരിക്കും, അല്ലെ? ബെറ്റർ ആയിരിക്കും. ഓരോരുത്തരും അവിടെ നിന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ശരിയല്ലേ? അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് വാല്യൂ ഫോർ മണി. നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള ഒരു മൂല്യം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലേ? നമ്മൾ ചില ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ? ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒരുപാട് പൈസ നമ്മൾ ചെലവാക്കിയാലും ചിലപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള റിസൾട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഇല്ലേ? പറയാറില്ലേ നമ്മൾ ചില സ്ഥാപനങ്ങളെ കുറിച്ച്? പറയാറില്ലേ? ഇപ്പൊ വീട്ടിലച്ഛനോ അമ്മയൊക്കെ പറയുന്ന കേൾക്കുകയാണ്, അല്ലെ? ആ ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരുപാട് പൈസ കൊടുത്തു, പക്ഷെ അപ്പൊ ഒരു ഇതുണ്ടായില്ല എന്ന് പറയാം, അല്ലെ? ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ വലിയ മാറ്റങ്ങൾ തോന്നുന്ന പോലെ തോന്നി, പിന്നെയും അതേപോലെ തന്നെ എന്നൊക്കെ പറയാറില്ലേ? നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ അതുപോലെ ഇവിടെയാണെങ്കിലോ ഒരു അംഗീകൃതമായിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ, അല്ലെങ്കിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാകുമ്പോൾ അവരുടെ ക്വാളിറ്റി എല്ലാ രീതിയിലും, ഏരിയ മാത്രമല്ല എല്ലാ ആസ്പെക്ട് നോക്കുമ്പോഴും ക്വാളിറ്റി കൃത്യമായിട്ട് എല്ലാ വശങ്ങളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള കൃത്യമായ ആ ഒരു മൂല്യം, അല്ലെങ്കിൽ ആ ഒരു വാല്യൂനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർ തരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കെയർ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ആ പണത്തിനുള്ള ഒരു മൂല്യം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ പണം കൊടുത്തു, ഒരുപാട് പൈസ ചെലവാക്കി നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല, നമുക്ക് അതിനുള്ളൊരു മൂല്യം അവിടെ കിട്ടുന്നില്ല. അതേസമയം ഇവിടെ നമ്മൾ എത്ര രൂപ ചെലവാക്കുന്നുണ്ടോ ആ പണത്തിനുള്ള ഒരു മൂല്യം, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്, അതിനനുസരിച്ചുള്ള ഒരു കെയർ, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു കെയറും ട്രീറ്റ്മെന്റും ഒക്കെ നമുക്ക് അവിടെ നിന്ന് തരുന്നുണ്ട്. അതാണ് നാലാമത്തത്. ഫിഫ്ത്ത് വൺ ആണ് ലെസ് ഫ്രസ്ട്രേഷൻ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നല്ലൊരു സ്ഥാപനമാണ്, നമ്മൾ ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു നിരാശയോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒക്കെ ഉണ്ടാകുമോ? ഒരു അംഗീകൃതമായിട്ടുള്ള സ്ഥാപനമാണ്, അവർ നല്ല ട്രീറ്റ്മെന്റ് തരുന്നു, നല്ല കെയർ തരുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ചെയ്തു തരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ ഒരു സ്ഥാപനത്തോട് ഒരു ദേഷ്യമോ നിരാശയോ കാര്യങ്ങളോ ഉണ്ടാകുമോ? ഉണ്ടാവില്ല, അല്ലെ? അത് തന്നെയാണ് ലെസ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ആ സ്ഥാപനം എല്ലാം ചെയ്തു തരുന്നുണ്ട്, നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡോട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു നിരാശയുടെയോ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിന്റെയോ ഒന്നും ആവശ്യമില്ല, അല്ലെ? അത് കുറവായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു പേഷ്യന്റിന് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളാണ്. ഗുഡ് ഹെൽത്ത് ഔട്ട്കം, നല്ലൊരു ആരോഗ്യപരമായിട്ട് നല്ലൊരു റിസൾട്ട് അവർക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തത് പറഞ്ഞത് വരുന്ന ഓരോ ക്ലയൻസിന്റെയും സംതൃപ്തി നമുക്ക് അവിടെ ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തത് വാല്യൂ ഫോർ മണി, നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള മൂല്യത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കെയറും ഒക്കെ അവർ തരുന്നുണ്ട്. അഞ്ചാമത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിരാശയുടെയോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യത്തിന്റെയോ ഒന്നും കാര്യം വരുന്നില്ല, അതൊക്കെ വളരെ കുറവുമായിരിക്കും ഫീൽ ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ പേഷ്യൻസിന്റെ ബെനിഫിറ്റ്സ് വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽസിനുള്ള ബെനിഫിറ്റ്സ്. നമ്മുടെ പേഷ്യൻസിന്റെ കഴിഞ്ഞു. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഈ ഒരു അംഗീകാരം കിട്ടുന്നത് വഴി എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളത്?
The accreditation of a hospital stimulate continuous improvement in its governance, operations and function. But ഇവിടെ ഒരു ഹോസ്പിറ്റൽ അംഗീകാരം കിട്ടുന്നു, അക്രഡിറ്റേഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഹോസ്പിറ്റലിനെ എന്തിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറയുന്നത് stimulate continuous improvement in its governance. അതായത് ആ ഹോസ്പിറ്റലിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നതാണ് ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത്. ഒരു അംഗീകാരം ഒരു സ്ഥാപനത്തിന് ഹോസ്പിറ്റലിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ അംഗീകാരത്തിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് എന്താ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അവിടുത്തെ പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട്, ഒരിക്കലും കുറച്ച് സമയത്തേക്ക് മാത്രമല്ല, ആ അംഗീകാരം എത്ര നാൾ അവർക്ക് തുടരുന്നു അത്രയും നാളും അവർ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ ഓരോ മേഖലയിലും ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ടുള്ള ഒരു മെച്ചപ്പെടുത്തലിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യമാണ് അംഗീകാരം അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇറ്റ് എനേബിൾ ദ ഹോസ്പിറ്റൽ ടു ഷോ ദാറ്റ് they are committed to quality care and patient safety, and this in turn improves the confidence of the community served by the hospital. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസിന് ഒരു അക്രഡിറ്റേഷൻ കിട്ടിയാൽ ആ ഹോസ്പിറ്റലിനെ അത് എന്തിനു പ്രാപ്തമാക്കുന്നു എന്ന് പറയുന്നത് ടു ഷോ ദാറ്റ്, അതായത് they are committed to quality care and patient safety. ആ ഒരു സ്ഥാപനം എന്തിനു ബാധ്യസ്ഥരായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള പരിചരണം കൊടുക്കാനും വരുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്താനും ആ ഒരു സ്ഥാപനം ബാധ്യസ്ഥരാണ് എന്ന് കാണിക്കാനും ആ ഹോസ്പിറ്റലിനെ അതിന് പ്രാപ്തമാക്കുകയും ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. And this in turn improve the confidence of the community served by the hospital. ഇപ്പൊ നമുക്കറിയാം ഒരു അംഗീകാരം കിട്ടിയ സ്ഥാപനമാണ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ അറിയാം അല്ലെ, ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുന്നുണ്ട്, വരുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നുണ്ട്, അതിനവര് ബാധ്യസ്ഥരാണ് എന്നൊരു ബോധം ഉള്ളത് കൊണ്ട് തന്നെ അവര് സർവീസ് കൊടുക്കുന്ന കമ്മ്യൂണിറ്റി, ആ ഹോസ്പിറ്റലിന്റെ സർവീസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹം ഉണ്ടാവുമല്ലോ, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു കോൺഫിഡൻസ്, അതായത് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അവരുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് the accreditation also means that the hospital is at par with the best and may also provide a competitive edge over other organization. അപ്പൊ നമ്മൾ ഒരുപാട് കോമ്പറ്റിറ്റീവ്, എപ്പോഴും ഒരു ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുമ്പോൾ കോമ്പറ്റിറ്റീവ് ഫീൽഡ് ആണ് അല്ലെ, മറിച്ച് ഇപ്പൊ ഒരു സർവീസ് ഒരാൾ തുടങ്ങുമ്പോൾ അടുത്ത സ്ഥാപനം അതിനും നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഓഫറുകളും കാര്യങ്ങളും ഒക്കെ അല്ലെ, എപ്പോഴും ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഒരു കോമ്പറ്റിറ്റീവ് ഫീൽഡ് തന്നെയാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റിറ്റീവ് മേഖലയില് അവിടെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം എന്ന് പറയുമ്പോൾ അതൊരു ബെസ്റ്റ് സ്ഥാപനമാണെന്ന് പറയാൻ പറ്റും അല്ലെ. അതുകൊണ്ടാണല്ലോ അവർക്ക് ആ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ഒരു ബെസ്റ്റ് സ്ഥാപനമാകുമ്പോൾ മറ്റ് ഓർഗനൈസേഷൻസിനെ അപേക്ഷിച്ച്, അതായത് ഇവരോട് കോമ്പറ്റീറ്റീവ് ആയിട്ട് മത്സരാധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ മത്സരിക്കുന്ന രീതിയിലുള്ള ആ ഒരു മത്സരാധിഷ്ഠിതമായ ഒരു നേട്ടം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൈവരിക്കാനായിട്ട് ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു സ്ഥാപനത്തിന് അംഗീകാരം കിട്ടി എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അതപ്പോ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു നേട്ടം കൂടിയാണ് ആ ഹോസ്പിറ്റലിന് ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ 3 പോയിന്റ്സ് ആണ് ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സിൽ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നു, ആ ഹോസ്പിറ്റലില് അവരുടെ ഭരണപരമായിട്ടോ പ്രവർത്തനപരമായിട്ടോ എല്ലാ വശങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മെച്ചപ്പെടുത്തൽ നടത്താനായിട്ട് ഇത് ആ സ്ഥാപനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അക്രഡിറ്റേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ഇത് ആ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ എന്തിന് പ്രാപ്തരാക്കുന്നു എന്ന് പറയുന്നത്, ആ ഒരു സ്ഥാപനം ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാനും പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താനും ബാധ്യസ്ഥരാണ് എന്നാണ് നമുക്ക് ഇതിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നമുക്കത്
ഉറപ്പ് കൊടുക്കാൻ പറ്റും. അവരെ അക്രഡിറ്റഡ് ആണെങ്കിൽ അവർ ക്വാളിറ്റി കെയറും സേഫ്റ്റിയും ഒക്കെ ഉറപ്പ് വരുത്തണം എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിലൂടെ തെളിയിക്കുന്നത് കൊണ്ട് തന്നെ അവര് സർവീസ് കൊടുക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ആ സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അതിൽ ഈ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ സ്ഥാപനം കുറച്ച് ബെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഒരു മത്സരാധിഷ്ഠിത നേട്ടമാണ് ഇവർക്ക് കൈവന്നിരിക്കുന്നതെന്ന് ഒരു അക്രഡിറ്റേഷൻ വഴി നമുക്ക് പറയാൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി ഹോസ്പിറ്റൽസിന്റെ ബെനിഫിറ്റ്സ്. ഹോസ്പിറ്റലൈസ് അറ്റ് പാർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കി എന്താണ് ഹോസ്പിറ്റലൈസ് അറ്റ് പാർ വിത്ത് ദ ബെസ്റ്റ്, അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏറ്റവും മികച്ചത് എന്നൊരു അതാണ് കേട്ടോ. അപേക്ഷിച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏറ്റവും മികച്ചത് എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാഫിന്റെ ബെനിഫിറ്റ്സ് കേട്ടോ. സ്റ്റാഫുകൾക്കുള്ള ബെനിഫിറ്റ്സ് ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കുള്ള ബെനിഫിറ്റ്സ് ആണ്. Accreditation provides an opportunity for the staff of the hospital to be a part of continuous learning process and a good working environment with uniformity in policies. ഇപ്പൊ നമുക്ക് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരാണ് സ്റ്റാഫുകളാണെങ്കിൽ അവർക്ക് എന്തിനുള്ള അവസരം കിട്ടുന്നുണ്ടെന്നാ പറയുന്നത് ടു ബി എ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്, ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പഠന പ്രക്രിയയുടെ ഭാഗമാകാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, അവർക്ക് നല്ലൊരു പ്രവർത്തന അന്തരീക്ഷം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. വിത്ത് എ യൂണിഫോമിറ്റി ഇൻ ഓൾ പോളിസീസ്, എല്ലാ പോളിസികളിലും എല്ലാ നയങ്ങളിലും ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു എല്ലാ തരത്തിലുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളും നമുക്ക് അവിടെ വളരെ കൃത്യമായിട്ട് വളരെ യൂണിഫോം ആയിട്ട് പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് നടപ്പിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്റ്റാഫാണ്, ഒരു സ്റ്റാഫിന് ഈ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം അവരുടെ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഓരോ പ്രൊസീജിയേഴ്സിലും മാറ്റങ്ങൾ വരുത്തുന്നു, ഓരോ തരത്തിലുള്ള ഉപകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു ക്വാളിറ്റി അവിടെ കീപ്പ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ആ തുടർച്ചയായിട്ടുള്ള ആ ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമാകാനായിട്ട് ആർക്കൊരു അവസരം ലഭിക്കുന്നുണ്ട്, ഇവിടുത്തെ സ്റ്റാഫുകൾക്കും ലഭിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ലേണിംഗ് പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ അതിനനുസരിച്ച് അവരുടെ കരിയറിൽ തന്നെ അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചും പഠിക്കാനും അറിവ് നേടാനും അതിനനുസരിച്ച് അവരുടെ ആ ഒരു കരിയറുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും സ്കില്ലൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു നല്ലൊരു അന്തരീക്ഷം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ പോളിസികളിലും ഒരു യൂണിഫോമിറ്റിയും ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും. Then it encourages leadership skills in staff and above all provides a sense of ownership of clinical processes. അപ്പൊ ഇവിടെ രണ്ടാമത്തെ കാര്യം പറയുന്നത് it encourages leadership skills. അപ്പൊ നേതൃത്വപരമായിട്ടുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ ആ ഒരു കഴിവുകള് സ്റ്റാഫുകളുടെ എന്ത് ചെയ്യാൻ പറ്റും, എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദ ക്ലിനിക്കൽ പ്രോസസ്. നമ്മൾ സ്റ്റാൻഡേർഡ്സ് പഠിച്ചിരുന്നു. റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചില്ലേ? ROM പഠിച്ചോ? പഠിച്ചിരുന്നോ?
ഓർക്കുന്നുണ്ടോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ്. അതുപോലെ കൃത്യമായിട്ട് ഓരോ ലെവലിലുമുള്ള എംപ്ലോയീസിന് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ അവർക്ക് കൃത്യമായ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു ഓണർഷിപ്പ് ആ ഒരു പ്രക്രിയ ചെയ്യാൻ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫുകൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ അതിന്റെ ആ ഒരു പ്രോസസ്സിന്റെ ഓണർഷിപ്പ് ആർക്കാണ് ഇപ്പോ? അവർക്കാണ് അല്ലെ. ഇപ്പൊ നമ്മളാണ് അവിടുത്തെ സ്റ്റാഫ് എങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് റെസ്പോൺസിബിലിറ്റി തരുമ്പോ ആ ഒരു പ്രക്രിയ ചെയ്യാനുള്ള ആ ഒരു ക്ലിനിക്കൽ പ്രോസസ് ഏതും ആയിക്കോട്ടെ അത് ചെയ്യാനുള്ള ആ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം ഇപ്പൊ ആരുടെ കയ്യിലാണ്? ആ സ്റ്റാഫുകളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അവരാണ് പൂർത്തിയാക്കേണ്ടത് അല്ലേ. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് നമുക്ക് അവിടെ കീപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം. കൃത്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്കിൽ അല്ലെങ്കിൽ കഴിവുകൾ അവർക്ക് വേണം. അതിനനുസരിച്ച് അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും ആ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദി ക്ലിനിക്കൽ പ്രോസസ് ഈ പറയുന്ന ക്ലിനിക്കൽ പരമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രക്രിയയുടെ ആ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഉടമസ്ഥ അവകാശം ആർക്ക് വരുന്നുണ്ട്? ആ ഒരു സ്റ്റാഫിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാഫ് അത് എന്റെ ഉടമസ്ഥാവകാശത്തിൽ ഞാൻ ചെയ്തു തീർക്കേണ്ടതാണ് എന്നൊരു ഫീൽ വരികയും അവരത് നല്ല ഭംഗിയായിട്ട് പൂർത്തിയാക്കുകയും ചെയ്യും. ആൻഡ് ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഓവറോൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ക്ലിനിഷ്യൻസ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. ഇത് മാത്രമല്ല ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിലൂടെ വരുന്ന ഓരോ പ്രക്രിയയിലൂടെയും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ്സും ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ക്ലിനിഷ്യൻസ്, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ എല്ലാവർക്കും അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരാണെങ്കിൽ അവർക്ക് എന്തിനുള്ള അവസരം കിട്ടുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു പഠന പ്രക്രിയയുടെ ഭാഗമാകാൻ അവർക്ക് വരുത്തുന്നുണ്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പോളിസികൾ എല്ലാ പോളിസികളും ഒരു യൂണിഫോമിറ്റിയും അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് ഇറ്റ് എൻകറേജസ് ലീഡർഷിപ്പ് സ്കിൽസ് ഇൻ സ്റ്റാഫ്. അവിടെയുള്ള സ്റ്റാഫുകളുടെ ലീഡർഷിപ്പ് സ്കിൽ അല്ലെങ്കിൽ നേതൃത്വപരമായിട്ടുള്ള ഒരു കഴിവുകള് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ്, അതായത് ഒരു ഉടമസ്ഥാവകാശം, ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ടാസ്ക് അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ ചെയ്തു തീർക്കേണ്ടതാണ് എന്ന രീതിയിൽ ഒരു ഉടമസ്ഥാവകാശം ആ ഒരു ക്ലിനിക്കൽ പ്രക്രിയയിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ നല്ല രീതിയിൽ അവരുടെ ടാസ്കുകൾ അവർ പൂർത്തിയാക്കുകയും അടുത്ത ടാസ്കുകൾ അവർക്ക് നമുക്ക് റെസ്പോൺസിബിലിറ്റിയോട് കൂടി കൊടുക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ അവരുടെ മൊത്തത്തിലുള്ള ഓവറോൾ ആയിട്ടുള്ള പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്ടേഴ്സിന്റെ ആയിക്കോട്ടെ അവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ ഈ ഒരു പ്രക്രിയയിൽ ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകളുടെയും ഓവറോൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്താണ് എൻകറേജ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി സ്റ്റാഫിന്റെ ബെനിഫിറ്റ്സ്. ക്ലിയർ ആണോ? വായിച്ചു കഴിയുന്നവരൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് എംപാനൽമെന്റ്. അതായത് നമ്മൾ ഓൾറെഡി CGHS ECHS ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ അക്രഡിറ്റേഷൻ പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റീവ് സിസ്റ്റം ഓഫ് എംപാനൽമെന്റ് ബൈ ഇൻഷുറൻസ് ആൻഡ് അതർ തേർഡ് പാർട്ടീസ്.
ഇവിടെ ഈ പറയുന്ന ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ അക്രഡിറ്റേഷൻ ഒരു ഒബ്ജക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യ സംവിധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ചില സ്ഥാപനങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കും. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ECHSന് വേണ്ടി CGHSന് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായിട്ട് ചില സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടീസ് അവർക്ക് അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ അക്രഡിറ്റേഷൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. മറ്റൊരു സ്ഥാപനം സാധാരണ മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ അതിന് കുറച്ചും കൂടി ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ലിസ്റ്റിൽ നിന്നും അംഗീകൃതമായിട്ടുള്ള സ്ഥാപനത്തെ നമ്മൾ ആദ്യം ചൂസ് ചെയ്യാം അല്ലെ. ഏതൊരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണെങ്കിലും ഒരു ഇൻഷുറൻസ് പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കോട്ടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ അംഗീകാരമുള്ള സ്ഥാപനങ്ങളെയാണ് കൂടുതലും അവർ പ്രിഫർ ചെയ്യുക. അതില്ലെങ്കിൽ മാത്രമാണ് മറ്റുള്ള സ്ഥാപനങ്ങളെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അക്രഡിറ്റേഷൻ പ്രൊവൈഡ് access to reliable and certified information on facilities, infrastructure and level of care. കാരണം ഈ ഒരു അക്രഡിറ്റേഷൻ വഴി നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? access to reliable, വളരെ വിശ്വസനീയമായിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള നമുക്ക് ഇൻഫർമേഷൻസ് ഓൺ ഫെസിലിറ്റീസ്, അവരുടെ ഉള്ള ഫെസിലിറ്റികളായിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളായിക്കോട്ടെ, ലെവൽ ഓഫ് കെയർ ആയിക്കോട്ടെ, ഒരു സർട്ടിഫൈഡ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അത് വിശ്വസനീയമായ രീതിയിൽ നമുക്ക് അസസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അസസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ ആയിരിക്കും കൂടുതലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതാണ് എംപാനൽമെന്റ് എന്ന് പറയുന്നത്. എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ അക്രഡിറ്റേഷൻ പ്രൊവൈഡ്സ് an objective system of empanelment by insurance and other third parties. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ CGHS ആയിക്കോട്ടെ, ECHSലേക്ക് ആയിക്കോട്ടെ, അതുപോലെ ഇൻഷുറൻസ് കമ്പനീസുമായി ബന്ധപ്പെട്ടു അവരെ ലിസ്റ്റുകൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ചില ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആവണമെങ്കിൽ ഈ പറയുന്ന അംഗീകാരങ്ങളുള്ള സ്ഥാപനങ്ങൾക്കാണ് കൂടുതലും മുൻഗണന ലഭിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് അങ്ങനെയുള്ള ലിസ്റ്റുകളിൽ ഉൾപ്പെടാതെ അതിനനുസരിച്ച് കാരണം എന്തുകൊണ്ടാണ് ആ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ അത് എന്ത് രീതിയിലുള്ള എങ്ങനത്തെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നത് access to reliable, വളരെ വിശ്വസനീയമായിട്ടുള്ള അവിടുത്തെ ഫെസിലിറ്റികളിലായിക്കോട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളിലായിക്കോട്ടെ, മറ്റ് ലെവൽ ഓഫ് കെയർ പരിചരണവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, എല്ലാം ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നിലവാരമുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ വിശ്വസനീയമായിട്ട് നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണ്ടിയിട്ട് അവർ കൂടുതലും തിരഞ്ഞെടുക്കുക. ക്ലിയറാണോ? എംപാനൽമെന്റ് വേഗം വായിക്കാം. ഓക്കെയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് other benefits. മറ്റു കുറച്ച് പ്രയോജനങ്ങള്. Accreditation also has many other benefits such as establishment of uniform policies, procedures and records, measurement of indicators of performance, management system and clinical system. ഇവിടെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണെന്ന് പറയുമ്പോൾ ഇപ്പൊ നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടി അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജെസിയുടെ അക്രഡിറ്റേഷൻ കിട്ടി, അത് ഏതുമാണെന്നുണ്ടെ അവിടെ അവരുടെ അംഗീകാരം കിട്ടുന്നത്. ഇപ്പൊ ഒരു നാബിന്റെ അംഗീകാരം ഒരു 3 ഹോസ്പിറ്റലുകൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് ഇപ്പൊ 3 സ്ഥാപനങ്ങളെ എടുത്താലും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള പോളിസിയും പ്രൊസീജിയേഴ്സും സ്റ്റാൻഡേർഡ്സും ഒന്നും അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു യൂണിഫോം ആയിട്ടുള്ള രീതിയിൽ, ഒരു ഏകീകൃതമായിട്ടുള്ള രീതിയിലാണ് പോളിസികളായിക്കോട്ടെ, പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, റെക്കോർഡുകളായിക്കോട്ടെ എല്ലാം വരുന്നത്. ഇതുപോലെ മെഷർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ മെഷർമെന്റ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് സംവിധാനങ്ങളായിക്കോട്ടെ, ക്ലിനിക്കൽ സംവിധാനങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും ഒരു യൂണിഫോമിറ്റി ഒരുപോലെ ആയിരിക്കും. ഇപ്പൊ ഒരു സ്ഥാപനത്തിന് ഒരു രീതി, മറ്റൊരു സ്ഥാപനത്തിന് മറ്റൊരു രീതി, അങ്ങനെയല്ല. നാബിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവര് ഫോളോ ചെയ്യുന്ന പോളിസികള്, പ്രൊസീജിയേഴ്സ് എല്ലാം ഒരുപോലെ ആയിരിക്കും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ ഇപ്പോൾ ഇന്നൊരു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റില് ഉള്ള സ്ഥാപനങ്ങളാണ്, അവിടെ ഞങ്ങൾക്ക് ഇന്ന വേറെ രീതിയാണ്, അങ്ങനെയൊന്നുമില്ല. ഒരു യൂണിഫോം ആയിട്ടുള്ള രീതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും, പോളിസി പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സുമായി വെച്ച് മെഷർമെന്റ് ചെയ്യുന്നത്, അവരുടെ മാനേജ്മെന്റ് സംവിധാനം ആയിക്കോട്ടെ, അവരുടെ ക്ലിനിക്കൽ സംവിധാനം ആയിക്കോട്ടെ, എല്ലായിടത്തും ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു ഏകീകൃതമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനം നമുക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റും. അതൊന്നാ വേറൊരു പ്രയോജനമാണ്. And systems are also more transparent and open to change. ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും എന്താണ്, വളരെ ട്രാൻസ്പാരന്റ് ആണ്, നമുക്ക് വളരെ സുതാര്യമാണ്, അതുപോലെ തന്നെ ഓപ്പൺ ടു ചേഞ്ച്. നമുക്ക് എപ്പോ വേണമെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്താനോ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റ്സ് വരുത്തണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പോളിസികളിലോ പ്രൊസീജിയറിലോ ഒക്കെ മാറ്റങ്ങൾ വരുത്തി ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതൊരു അക്രഡിറ്റഡ് നാവിന്റെ അംഗീകാരം കിട്ടിയ സ്ഥാപനങ്ങളാണെങ്കിൽ ആ എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ രീതിയിലുള്ള എന്താണ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ആയിരിക്കും അവർ കീപ്പ് ചെയ്യേണ്ടത്. ഒരേ രീതിയിലുള്ള പോളിസി പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവിടുത്തെ അസസ്മെന്റ് ആണെങ്കിലും ഒരേ രീതിയിൽ തന്നെയായിരിക്കും നടത്തുക. അതൊരു ട്രാൻസ്പാരന്റ് ആയിട്ട് സുതാര്യമായിട്ടായിരിക്കും ആ ഒരു സംവിധാനം നടക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ടു ചേഞ്ച് ആണ്, സ്ഥിര ഫിക്സഡ് അല്ല. നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താനും എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതൊന്ന് വായിച്ചു മറ്റു കൺട്രീസ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതോടുകൂടി ബെനിഫിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. ബെനിഫിറ്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മള് QCI, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. നാവിന്റെ ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു. അതിൽ രണ്ടാമത്തതാണ് QCI അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. അപ്പൊ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCI എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. വളരെ ചെറിയൊരു ഭാഗം പഠിക്കുന്നത് കേട്ടോ. QCI was established up in 1997 jointly by the Government of India and the Indian industry, represented by the three premier industry association, that is Associated Chambers of Commerce and Industry of India, ASSOCHA, Confederation of Indian Industry, CII, and Federation of Indian Chamber of Commerce and Industry, FICCI, to establish and operate national accreditation structure and promote quality through national quality campaign. കുറച്ച് ഭാഗമായിട്ട് പഠിക്കാം കേട്ടോ. വലിയൊരു സെന്റൻസ് ആണ്. അപ്പൊ അതില് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ്, അത് സ്ഥാപിതമായിട്ടുള്ള വർഷം നിങ്ങൾ നോക്കണം. 1997 ആണ്. 1997 QCI സ്ഥാപിതമാവുന്നത്. അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഭാഗങ്ങള് 1997 ഇത് സ്ഥാപിതമാവുന്നത്. ജോയിൻലി ബൈ ദ എന്തൊക്കെ ചേർന്നാണ് അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നാണ് അത് ജോയിൻ ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്ഥാപിതമാക്കിയത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രി, നമ്മുടെ ഇന്ത്യൻ വ്യവസായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന പ്രീമിയർ ഇൻഡസ്ട്രി അസോസിയേഷൻ, 3 പ്രമുഖ വ്യവസായ അസോസിയേഷനുകളുണ്ട്. ആ അസോസിയേഷനുകളുടെ പേരും ഷോർട്ട് ഫോം വേണം. എന്താണെന്നൊന്നും, അത് എന്ത് അസോസിയേഷൻ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ പഠിക്കാറില്ല. ആ 3 എണ്ണത്തിന്റെയും പേര് അണ്ടർലൈൻ ചെയ്തിരിക്കുക. അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോംസ് ഇത് രണ്ടും വേണം കേട്ടോ. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, അസോച്ച. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഫസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങളൊന്ന് നോക്കി അതിന്റെ ആ ഒരു സ്പെല്ലിംഗില് ചെറിയൊരു വ്യത്യാസം. അതായത് നമ്മൾ സാധാരണ ഷോർട്ട് ഫോംസ് എങ്ങനെ എഴുതാം? ആ ഓരോ വേർഡ്സിനെയും ഫസ്റ്റ് ലെറ്റേഴ്സ് അല്ലേ? ആണോ? എന്താണ് റിപ്ലൈ ചെയ്യാതിരിക്കുന്നേ? ഫസ്റ്റ് ലെറ്റേഴ്സ് അല്ലേ എടുക്കുക? ഇവിടത്തെ നോക്കിയേ നിങ്ങൾ, ആ അസോച്ചത്തിന്റെ സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫോമിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? നോക്ക്, ഉണ്ടോ? വ്യത്യാസം ഉണ്ടോ? നമ്മൾ സാധാരണ ഷോർട്ട് ഫോംസ് എഴുതുന്ന പോലെയല്ല അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്.
അല്ലെങ്കിൽ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യയുടെ എക്സ്പാൻഡ് ഫോം, ചിലപ്പോൾ അസോസിയേറ്റഡ് എക്സ്പാൻഡ് ഫോം ചോദിക്കാം, നേരെ തിരിച്ചും ചോദിക്കാറുണ്ട്. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യയുടെ എന്താണ് അബ്രീവിയേറ്റഡ് ഫോം ഏതാണെന്ന് അല്ലെങ്കിൽ ഷോർട്ട് ഫോം ഏതാണെന്ന് ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ കണ്ടുപഠിച്ചിരിക്കുന്നത് എങ്ങനെയാ? ആദ്യത്തെ എല്ലാ ലെറ്റേഴ്സിന്റെയും ആദ്യത്തെ വേർഡ്സ് എടുത്ത് എഴുതും അല്ലെ? അത് ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ മിക്കവാറും പേർക്ക് തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അസോച്യം എന്ന് പറയുന്ന ആ ഒരു വേർഡ് അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, അത് എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. ബാക്കി രണ്ടെണ്ണത്തിന് നിങ്ങൾക്ക് മാറിപ്പോയില്ല. അത് രണ്ടെണ്ണത്തിന്റെ പേരുകളും അതിന്റെ എക്സ്പാൻഡ് ഫോമും സാധാരണ രീതിയിൽ പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതി. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII, then Federation of Indian Chambers of Commerce and Industry FICCI. ഈ മൂന്നെണ്ണവും അത് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ, നമ്മുടെ ഇന്ത്യൻ വ്യവസായത്തെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന മൂന്ന് പ്രീമിയർ ഇൻഡസ്ട്രി അസോസിയേഷൻ, മൂന്ന് പ്രമുഖ അസോസിയേഷനുകൾ, വ്യവസായ അസോസിയേഷനുകളാണ്. ഈ മൂന്നെണ്ണവും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി സംയോജിതമായിട്ട് 1997 സ്ഥാപിതമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് QCI അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. വലിയ സെന്റൻസ് ആണ്, അപ്പൊ ചെറിയാക്കി പറയുന്നതാണ്. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ ആൻഡ് പ്രൊമോട്ട് ക്വാളിറ്റി ത്രൂ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ. അപ്പൊ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ, ഒരു ദേശീയപരമായിട്ട് ഒരു നല്ലൊരു അക്രഡിറ്റേഷൻ ഘടന ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ അതിലൂടെ പ്രൊമോട്ട് ക്വാളിറ്റി, ഗുണനിലവാരം പ്രൊമോട്ട് ചെയ്യുക ത്രൂ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ. പല നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകൾ നടത്തി അതിലൂടെ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുകയും ഒരു നാഷണൽ ലെവലില് നല്ലൊരു അക്രഡിറ്റേഷൻ, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന ഉണ്ടാക്കിയെടുക്കുക എന്നതിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ്, അതായത് ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഇൻഡസ്ട്രിയെ റെപ്രസെന്റ് ചെയ്യുന്ന മൂന്ന് പ്രമുഖ വ്യവസായ അസോസിയേഷനുകൾ, അസോച്ച, CII, FICCI, ഈ മൂന്നെണ്ണം കൂടിയും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി സംയോജിതമായിട്ട് 1997 സ്ഥാപിതമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCI. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു നാഷണൽ ലെവലിൽ, ഒരു ദേശീയ തലത്തില് ഒരു അക്രഡിറ്റേഷൻ വേണ്ടിയിട്ട് ഒരു ഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സ്ഥാപിക്കുകയും അതിന്റെ പ്രവർത്തനം. അതുപോലെ തന്നെ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തെ പ്രൊമോട്ട് ചെയ്യുക മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് QCI എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? അതായത് എല്ലാ മേഖലകളിലും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് QCI is registered as not for profit society with its own memorandum of association and rules and regulations. ഇവിടെ QCI എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് സൊസൈറ്റി, ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. ആൻഡ് വിത്ത് ഇറ്റ്സ് ഓൺ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള മാനദണ്ഡങ്ങളോ സ്വന്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാപനത്തിൽ അവരുടേതായിട്ടുള്ളതായിട്ട് ഉണ്ടായിരിക്കും. Then the Department of Industrial Policy Promotion, Ministry of Commerce and Industry is the nodal ministry for QCI. That's underline cheyidikka. The Department of Industrial Policy and Promotion, that is the Ministry of Commerce and Industry. In that Ministry of Commerce and Industry, വാണിജ്യ വ്യവസായ മന്ത്രാലയം അല്ലെ, നമ്മുടെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ലെവൽ വകുപ്പാണ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ഈ ഒരു വകുപ്പാണ് നോഡൽ മിനിസ്ട്രി ഫോർ QCI. ഇപ്പൊ ചോദിക്കാറുണ്ട്, നോഡൽ മിനിസ്ട്രി ഫോർ QCI അല്ലെങ്കിൽ QCIയുടെ ഒരു കേന്ദ്ര മന്ത്രാലയം അല്ലെങ്കിൽ ഒരു നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്
മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, നമ്മുടെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വകുപ്പാണ്. Then accreditation facilitates international trade by way of establishing equivalence and global acceptance of certification, inspection and testing being undertaken by various conformity assessment bodies in the areas of quality, environment, food safety, etc. ഇവിടെ ഒരു അക്രഡിറ്റേഷൻ കിട്ടുക, അത് എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തിനെ സുഗമമാക്കുന്നു? ഒരു ഇന്റർനാഷണൽ ട്രേഡ്, ഒരു അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധം അല്ലെങ്കിൽ ഒരു വ്യാപാരത്തെ സുഗമമാക്കുന്നുണ്ട്. ബൈ വേ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇക്വാലൻസ് ആൻഡ് ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഓഫ് സർട്ടിഫിക്കേഷൻ. ഈ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ഒരു അന്താരാഷ്ട്രപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സ്വീകാര്യത വരുത്തുക, ഒരു തുല്യത, അതായത് മറ്റുള്ള രാജ്യങ്ങളിലെ അംഗീകാരത്തോട് തുല്യമായിട്ടുള്ള രീതിയിലുള്ള അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക, ഗ്ലോബൽ അക്സെപ്റ്റൻസിലുള്ള അന്താരാഷ്ട്രപരമായിട്ടുള്ള പോലെ സ്വീകാര്യതയുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക. ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഇതിലൂടെ കൃത്യമായ പരിശോധനകൾ നടത്തണം, കൃത്യമായ ടെസ്റ്റിംഗ് നടത്തണം. ബീയിങ് അണ്ടർടേക്കൺ ബൈ വേരിയസ് കൺഫോർമിറ്റി അസസ്മെന്റ് ബോഡി, പല ബോഡീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ക്യൂസിയുടെ കീഴിൽ വരുന്നതാണ് നാവ്, നഗറ്റ്, NABL, അങ്ങനെയുള്ള കുറച്ച് ഒരു 5 എണ്ണം നമ്മൾ ഇതിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ 5 പ്രധാനമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള അസസ്മെന്റ് ബോഡീസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഓരോ സ്ഥാപനങ്ങളുടെയും ക്വാളിറ്റി, അവിടുത്തെ എൻവയോൺമെന്റ്, ഫുഡ് സേഫ്റ്റി, ഫുഡ് അതുപോലെ തന്നെ സേഫ്റ്റി, അതൊക്കെ പല പല മേഖലകളുമായി ബന്ധപ്പെട്ട് ഏത് സ്ഥാപനമാണോ നമ്മൾ അംഗീകാരം കൊടുക്കുന്നത് ആ സ്ഥാപനത്തിലെ പ്രത്യേകമായിട്ടുള്ള ഏരിയാസ്, അവിടുത്തെ ക്വാളിറ്റി, അവരുടെ എൻവയോൺമെന്റ്, അവരുടെ സേഫ്റ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഓരോ മേഖലയിൽ നോക്കി ഈ പറയുന്ന അസസ്മെന്റ് ബോഡീസ്, അനുയോജ്യമായിട്ടുള്ള അസസ്മെന്റ് ബോഡികള് കൃത്യമായിട്ടുള്ള പരിശോധനകളും ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു ആഗോള തരത്തിലെ അംഗീകാരം കിട്ടുന്ന തുല്യതയുള്ള, നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ഇക്വാലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കൊടുക്കുക. അതിലൂടെ ഒരു ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വ്യാപാരങ്ങൾ സുഗമമാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു QCAയുടെ കീഴിൽ വരുന്ന അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ മിസ് ഒന്നുകൂടി പറയാണ്. ഇപ്പൊ നമ്മൾ എവിടെ വരെയാണ്? നമ്മൾ ഓൾറെഡി ആ ഒരു ക്വാളിറ്റി ക്യാമ്പയിൻ വഴി ക്ലിയർ ആണല്ലോ. നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര നാഷണൽ ലെവലില് ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു ഘടന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, ഇത് എല്ലാ മേഖലയിലും ഗുണനിലവാര മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത് QC എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഫോർ പ്രോഫിറ്റ്, ലാഭേച്ഛയില്ലാത്തൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി അവർക്ക് സ്വന്തമായിട്ടുള്ള അവരുടെ പങ്കാളിത്ത പത്രികകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവർക്ക് സ്വന്തമായിട്ട് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. അതായത് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വകുപ്പാണ് നമ്മുടെ QCAയുടെ നോഡൽ മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു കേന്ദ്ര മന്ത്രാലയം എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇവിടെ വരെയും ഓക്കെ ആണോ? അതിനുശേഷം വേറൊരു സെക്ഷനാ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഈ ഒരു QCA വഴി നിങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഒരു 5 മെയിൻ ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോർഡുകളെ കുറിച്ച് QCA ഈ 5 അക്രഡിറ്റേഷൻ ബോർഡുകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? QCA ഒറ്റയ്ക്കല്ല, QCAയുടെ കീഴിൽ 5 ബോർഡുകളുണ്ട്. ഈ 5 ബോർഡുകളിലൂടെയുമാണ് QCA പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? അതിലൊന്നാണ് നാബ്, അതുപോലെ NABC, NABL, നബറ്റ്. അതൊക്കെ ഓരോരോ ബോഡികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോരോ ഏരിയക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു 5 ബോഡീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ 5 ബോഡീസും നൽകുന്ന അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാ? ഒരു ഇന്റർനാഷണൽ, അന്താരാഷ്ട്ര നിലവാരത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര രീതിയില് വ്യാപാരത്തെ സുഗമ
ഉറപ്പാക്കുന്ന നമുക്കൊരു ഇക്വലന്റ്, അതായത് ഒരു മറ്റൊരു രാജ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ അക്രഡിറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിനോട് തുല്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ആഗോള തലത്തിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു സ്വീകാര്യത കിട്ടുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇവര് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഏത് ഏരിയയ്ക്കാണ്, അതായത് ക്വാളിറ്റി, ഇപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി ആണ് നോക്കേണ്ടതെങ്കിൽ അത്, എൻവയോൺമെന്റ് ആണ് നോക്കണമെങ്കിൽ അത്, അതുമായി ഫുഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ, അങ്ങനെയുള്ള ഓരോ ഏരിയാസും കൃത്യമായിട്ട് അതാത് അക്രഡിറ്റേഷൻ ബോർഡുകൾ, ഇപ്പൊ ചിലപ്പോ ഇപ്പൊ ഒരു എന്താണ് എഡ്യൂക്കേഷൻ സ്ഥാപനമാണെങ്കിൽ അവിടെ നബറ്റ് ആയിരിക്കും, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും, ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ NABL ആയിരിക്കും, ആ ബോർഡ് ആയിരിക്കും. നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയാണെങ്കിൽ NAB ആയിരിക്കും. അതിന്റെ അനുയോജ്യമായിട്ടുള്ള അസസ്മെന്റ് ബോർഡുകൾ അവിടെ ഇൻസ്പെക്ഷൻസ്, പരിശോധനകൾ നടത്തുന്നു, ടെസ്റ്റുകൾ ചെയ്യുന്നു. അതിലൂടെയൊക്കെയാണ് അവരെന്ത് നൽകുന്നത്, ഈ ആഗോള തലത്തിൽ സ്വീകാര്യമായിട്ടുള്ള ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഓരോ സ്ഥാപനങ്ങൾക്കും നൽകുന്നത്. മനസ്സിലായോ? അത് ക്ലിയർ ആണോ? The National Quality Campaign aims at promoting quality by enabling manufacturers and suppliers of goods or services to apply quality standards and tools, at the same time empowering consumers to demand quality goods or services. ഇവിടെ ഒരു നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് അവിടുത്തെ മാനുഫാക്ചേഴ്സിനും സപ്ലയേഴ്സിനും അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസുകൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും അപ്ലൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതായത് ഗുണനിലവാരമുള്ള മാനദണ്ഡങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ടൂൾസ് ഒക്കെ അവിടെ എനേബിൾ ചെയ്യുക അല്ലെങ്കിൽ അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ടൈം എംപവറിംഗ് കൺസ്യൂമേഴ്സ്, അവിടുത്തെ ഉപഭോക്താക്കളെ എന്ത് ചെയ്യുന്നു, എംപവർ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ശാക്തീകരിക്കുന്നു. To demand quality goods or services, ക്വാളിറ്റി ഉള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ വേണം എന്ന് അവരെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ചെയ്യിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഒരു നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകള് എപ്പോഴും ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിൽ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ മേഖലയിലും, അതായത് മാനുഫാക്ചേഴ്സിനും സപ്ലയേഴ്സിനും അവരോട് എന്താണ്, അവരെന്തിനു വേണ്ടി പ്രാപ്തരാക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഓരോ ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് ആയിക്കോട്ടെ സർവീസുകളായിക്കോട്ടെ, അത് കൃത്യമായിട്ട് അത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും ടൂൾസും അവിടെ നടപ്പിലാക്കണമെന്ന് അവിടുത്തെ മാനുഫാക്ചേഴ്സിനെയും സപ്ലയേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കൺസ്യൂമേഴ്സ്, അത് സ്വീകരിക്കുന്ന ഉപഭോക്താക്കളുണ്ടല്ലോ, അവർക്ക് കുറെ അധികം അവയർനെസ്സുകൾ കൊടുക്കുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ സർവീസിനെ കുറിച്ച്, അതിന്റെ ക്വാളിറ്റി ഇങ്ങനെയുള്ളതായിരിക്കണം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു അവയർനെസ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവരെ പ്രാപ്തരാക്കാണ്, ഡിമാൻഡ് ചെയ്യാണ്. അതായത് എനിക്ക് ക്വാളിറ്റി ഉള്ള സർവീസ് കിട്ടണം എന്ന രീതിയിൽ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന രീതിയിൽ ആ കൺസ്യൂമേഴ്സിനെ ഇവര് പ്രാപ്തരാക്കുന്നുണ്ട്. മനസ്സിലായോ? രണ്ട് കാര്യങ്ങൾ, അതായത് മാനുഫാക്ചേഴ്സും സപ്ലയേഴ്സിനും ആണെങ്കിൽ അവർക്ക് എന്ത് പറയുന്നുണ്ട്, അവരെന്തിനു പ്രാപ്തരാക്കുന്നു, അവരുടെ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസുകളായിക്കോട്ടെ എന്തിലും നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നടപ്പിലാക്കണമെന്ന് അവരെ പ്രാപ്തരാക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സിനെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എൻകംപാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംപവർ ചെയ്യുന്നത്, അവരോട് പറയുന്നത് അവരുടേതായിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഗുഡ്സ് സർവീസുകളുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് കൺസ്യൂമേഴ്സിനെ ബോധവൽക്കരിക്കുകയും അതിലൂടെ അവർ നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സോ സർവീസുകളോ വേണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാനായിട്ട് അവരെ ശാക്തീകരിക്കുകയും ചെയ്യും. Then last point in the promotion of quality encompasses all segments comprising manufacturing, health, education, public services. So, here quality promotions encompasses all segments comprising എല്ലാ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് കംപ്രൈസിംഗ് ഒരു മാനുഫാക്ചറിംഗ് മേഖലയിലായിക്കോട്ടെ,
ആരോഗ്യപരമായിട്ടുള്ള മേഖലകളുടെ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളുടെ, പൊതുസേവനങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഗുണനിലവാരം അവര് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCA എന്ന് പറയുന്നത് അവിടെ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിൽ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്ന് തന്നെയാണ്. എന്നാൽ അവിടെ പ്രധാനമായിട്ടും മാനുഫാക്ചേഴ്സിനെയും സപ്ലൈസിനെയും എന്തിനു പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ടോ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ശരിയായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ കൺസ്യൂമേഴ്സിനോട് എന്താ പറയുന്നത്? അവരെ എംപവർ ചെയ്യുന്നു. ഇതിനു വേണ്ടി ക്വാളിറ്റി ഗുഡ്സോ ക്വാളിറ്റിയുള്ള ഗുഡ്സോ സർവീസുകളോ ഡിമാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാൻ അവരെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവര് ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ്. അതായത് നിർമ്മാണം മാത്രമല്ല, ആരോഗ്യകരമായിട്ടുള്ള മേഖലകളായിക്കോട്ടെ, വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലകളായിക്കോട്ടെ, പൊതുസേവനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളായിക്കോട്ടെ, എല്ലാ വിഭാഗങ്ങളുടെയും ക്വാളിറ്റി ഉൾപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും ക്വാളിറ്റി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് QCA പ്രവർത്തിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ QCA. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ QCA? ഓക്കെ, ഇനി നെക്സ്റ്റ് ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് അതിന് കീഴിലുള്ള ഓരോ ബോർഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇത്രയും വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നോട്ട്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. താങ്ക് യു.